പാർലമെന്റ് നടപടിയിൽ രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് അങ്ങ് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇന്നലെ കോൺഗ്രസ് എംപിമാർ പറഞ്ഞൊരു കാര്യം, അങ്ങ് അടക്കമുള്ള കേരളത്തിലുള്ള CPM നേതാക്കൾ ഡൽഹിയിലെത്തി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇതൊക്കെ ഉന്നയിക്കുകയാണെന്നുള്ള ആരോപണമാണ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പറയേണ്ടി വരുന്നൊരു ഘട്ടമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ഇടതുപക്ഷത്തെ വിട്, ഞങ്ങളുടെ ഇന്ത്യ അലയൻസ് മീറ്റിങ്ങിൽ DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് TR ബാലുവാണ് ചോദിച്ചത്, എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്? ഇതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവല്ലേ എന്ന് ചോദിച്ചത് ഇടതുപക്ഷത്തെ ഒരാളല്ല, DMKയുടെ ആൾ. സമന്വിതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവരെന്ത് മറുപടി? അവർ പറയുന്നത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന്. പിന്നെ അങ്ങനെ ഒരു വേദിയിൽ കൂടുതലൊരു ചർച്ചയ്ക്കും സംവാദത്തിനും ഒരു സ്കോപ്പ് ഞാൻ നേരത്തെ തീരുമാനിച്ച്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കലണ്ടർ, വർഷകാല സമ്മേളനത്തിൻ്റെ കലണ്ടർ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ കലണ്ടർ പരിശോധിച്ചാൽ എനിക്കറിയാവുന്ന പോലെ ഒരു 3.5-4 പതിറ്റാണ്ട് കാലത്ത് ഈ വർഷകാല കലണ്ടർ ഏറെക്കുറെ ഈ തീയതികൾ തന്നെയാണ്. തുടങ്ങുന്ന തീയതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയത്. അവസാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ 21-ാം തീയതി 22-ാം തീയതിയാണ് നേരത്തെ അവസാനിക്കുന്നത്. നോക്കുക, ഈ കലണ്ടർ ഏവർക്കും അറിയാവുന്നതാണ്. ഈ കലണ്ടർ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഈ കലണ്ടറിൻ്റെ അനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പാർട്ടിയിലെ ആൾക്കാരല്ലേ പറയേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു ചെറിയ പാർട്ടിയുടെ നേതാവാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട നിയമങ്ങളോ ബില്ലുകളോ വരുന്ന സമയത്ത് ഞാൻ ഏറ്റെടുക്കുമോ? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തോട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക, ഡിവിഷൻ ആവശ്യപ്പെട്ടെന്ന് വിചാരിക്കുക. ആ ഡിവിഷൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വരുന്നത് വലിയ കളങ്കമായിരിക്കില്ലേ? ഇത് മുൻകൂട്ടി അറിയിക്കാതെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ന്യായീകരണമായി പറയുന്നത്. ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് എല്ലാവർക്കും അറിയാം. ആകസ്മികമായിട്ട് തൊപ്പിയിൽ നിന്ന് പ്രാവിനെ എടുക്കുന്ന മജീഷ്യനെ പോലെയാണ് പല നിയമനിർമ്മാണങ്ങളും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ആരാണ്? കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ആ പാർട്ടിയുടെ സമ്മതിദായ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ. അതായത് വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയില്ലാതെ ആകസ്മികമായിട്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കുന്നു എന്നുള്ള ആക്ഷേപമുള്ളത് ഞങ്ങളെപ്പോലെ തന്നെ അവർക്കല്ലേ? അവർക്കറിയില്ലേ ഇതുപോലെ കുടിലതന്ത്രങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് അറിയില്ലേ? PM ശ്രീയിൽ താങ്കൾ പാലമായി പ്രവർത്തിച്ചു